കാലം, കർമ്മം, ദൗത്യം. കത്തോലിക്ക സഭയുടെ പരമോന്നത പദവിയിൽ അവരോധിതനായ നാൾ മുതൽ ശ്രദ്ധയോടെ കേട്ടിരുന്ന സർവാദരണീയ വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മുൻഗാമികളായ പോപ്പുമാരിൽ നിന്നും വ്യത്യസ്തനായി ലോകത്ത് സമാധാനവും ശാന്തിയും നീതിയും സമത്വവും സ്ഥാപിക്കുന്നതിനായി എല്ലാവിധ മനുഷ്യരുമായിട്ടും ഫ്രാൻസിസ് പോപ്പ് മാർപ്പാപ്പ കൈകോർത്തു. മുതലാളിത്തം സൃഷ്ടിക്കുന്ന സാമ്പത്തിക സമത്വത്തിനെതിരെയും വർഗീയ വംശീയ രാഷ്ട്രീയത്തിനെതിരെയും പോപ്പ് മാർപ്പാപ്പ എന്നും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. മുതലാളിത്ത രാജ്യങ്ങളിൽ നിയോ ലിബറൽ പരിഷ്കാരങ്ങൾ സൃഷ്ടിച്ച എല്ലാ രാജ്യങ്ങളെയും പോപ്പ് മാർപ്പാപ്പ അപലപിച്ചുകൊണ്ടിരുന്നു. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ പോപ്പ് മാർപ്പാപ്പ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അന്തസ്സിനും അവകാശത്തിനും വേണ്ടി വാദിച്ചുകൊണ്ടേയിരുന്നു. വാടക ഗർഭധാരണത്തിലെ ചൂഷണത്തെ നിരോധിച്ചു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കൂ, രക്തച്ചൊലിച്ചിലുകൾ ഇല്ലാതാക്കൂ, സ്ത്രീകളോടും കുട്ടികളോടും മാന്യമായി പെരുമാറൂ എന്നുള്ള മഹനീയ വ്യക്തിത്വത്തിന്റെ നഷ്ടം തന്നെയാണ് ഫ്രാൻസിസ് പോപ്പ് മാർപ്പാപ്പ. എന്റെ അവസാന ഈസ്റ്റർ സന്ദേശത്തിലും ഗാസയുടെ കണ്ണീരിനൊപ്പം നിന്ന മനുഷ്യ സ്നേഹി. ആദരാജ്ഞലികൾ.